ഹായ് ഫ്രണ്ട്സ്, നമുക്കില്ലേ ഇന്നൊരു പച്ചമാങ്ങ രസം ഉണ്ടാക്കിയാലോ? അതിനാദ്യം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. 2 പച്ചമാങ്ങ, 3 കുഞ്ഞുള്ളി, 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പമാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുഞ്ഞുള്ളിയും കുറച്ച് ജീരകവും പിന്നെ കുറച്ച് കുരുമുളകാണ് വേണ്ടത്. നമ്മളടുക്ക് കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ കുരുമുളക് ഇടാൻ നോക്കുക, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് ഇപ്പം ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് ആക്കാണ്ട് കുറച്ചൊന്ന് കഷ്ണമില്ല വിധത്തിലാണ് നമ്മളിപ്പം അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച മാങ്ങയും കുറച്ച് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊരു 4 വിസിൽ വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പം മാങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളെ മാങ്ങ കുറച്ച് മൂത്തോണ്ട് എന്നാൽ ഇതൊരു മഞ്ഞ കളറിൽ കാണണട്ടാ. നിങ്ങൾ നല്ല പച്ചമാങ്ങ എടുക്കാൻ നോക്കുക. ഇതിപ്പം നമ്മൾ വേവിച്ച മാങ്ങ നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൊരട്ട വേറെ ആക്കിയിട്ട് എടുക്കണം. അപ്പം നന്നായിട്ട് ഉടച്ചെടുക്കണം. ചൂടെല്ലാം പോയതിന് ശേഷം ഉടക്കണം. നമ്മൾ കുറച്ച് ചൂടിലാണ് ഉടച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കൊരട്ട മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഉടച്ചു വെച്ച മാങ്ങയിലേക്ക് നമ്മൾ നേരത്തെ മാങ്ങ വേവിക്കാനെടുത്ത വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നല്ല അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇടണം കേട്ടോ. ഉലുവ ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ അത് അടുത്തത് ഇടുന്നത്. കറിവേപ്പില ഒന്ന് ആയി വരുമ്പോഴത്തേക്കും വറ്റൽമുളക് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മൾ ആ കൂട്ടും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. കായപ്പൊടിയും കൂടി ഇടണം. പക്ഷെ ഞാൻ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ചൂടായി വരുന്നവരെ ഇതാക്കുക. എന്നിട്ട് അത് നമ്മൾ നേരത്തെ ആക്കി വെച്ച മാങ്ങേൻ്റെ മിക്സിയിലേക്ക് ഇടുക. താളിപ്പ് നമ്മൾ ആക്കി ഒഴിക്കുന്നുണ്ട് ഇപ്പം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയാൽ നമ്മളെ പച്ചമാങ്ങ രസം റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മളെ മാങ്ങ ലേശം മൂത്തുപോയിനി, അതുകൊണ്ടാണ് ഇതിന്റെ കളർ യെല്ലോ കളറിലായിട്ടുള്ളത്. നല്ല പച്ചമാങ്ങയാണെങ്കിൽ അത് നല്ല പച്ച കളറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊന്നും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും അങ്ങനെ പറയാനറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയാത്തത്. അതാ കുറച്ചെന്ന് പറയുന്നത്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.